ഇന്ന് കർക്കട വാവിട്ട അതുകൊണ്ട് രാവിലെ നേരത്തെ വെച്ച് ഞാനും അല്ലയും കൂടി ചേട്ടൻ്റെ കോഴിയെ പിടിക്കാൻ പോയേ. കാരണം അച്ഛനും അമ്മയും ചെന്നിട്ട് വെയിടാൻ പോയിട്ടുണ്ട്. വന്നു കഴിഞ്ഞ ഉടനെ ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നാടൻ കോഴിയായിക്കോട്ടെ വെച്ച് അങ്ങനെ ചേട്ടൻ രണ്ട് കോഴിയെ പിടിച്ചിട്ട് തൂവെല്ലാം കളഞ്ഞിട്ടാ. പിന്നെ തീയിലിട്ട് ചൂടാക്കി. കാരണം അതിൽ രോമം ഉണ്ടെങ്കിൽ കളഞ്ഞിട്ടുണ്ട് തീയിലൊന്നും ചൂടാക്കി എടുത്താൽ. കരിച്ചതിന് ശേഷം പിന്നെ മഞ്ഞപ്പൊടി ഒന്ന് കഴുകിയെടുത്തേ. മഞ്ഞപ്പൊടി കൊണ്ട് കഴുകുന്ന വല്ല വിഷാംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടോ. പിന്നെ രോമത്തിൻ്റെ വല്ലതും ഉണ്ടെങ്കിൽ അതും മാറി കിട്ടും. പിന്നെ രണ്ടാമത് ആലോചിച്ചില്ല ഒരു പുളിമിട്ട് തപ്പിയെടുത്ത ശേഷം കോഴിയെ വെട്ടി പീസാക്കിട്ടാ. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ട് കൊടുത്തേ. അവർ അടിപൊളിയായിട്ടൊരു കറി വെച്ചിട്ടാ. അതായത് സംഭവം തന്നെ പിന്നെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം ഇട്ട് സെറ്റായിട്ടൊരു കറി വെച്ച് നാടൻ കറിയും ദോശയും. അങ്ങനെ ദോശയും നാടൻ കോഴിക്കറിയും. അത് പാലക്കാടിൻ്റെ പ്രത്യേക കോമ്പിനേഷനാണ്. പാലക്കാട്ടുകാർ കീഴ്വഴക്ക് വന്ന പോലെ തന്നെ ആദ്യമേ വിളക്കിന് വിളമ്പിട്ടോ. വിളക്കിന് വിളമ്പുക എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ കാരണന്മാർക്ക് ആദ്യമേ ഇലയിട്ട് വിളമ്പി കൊടുത്തു. അതെല്ലാം കുട്ടിപ്പട്ടോളെല്ലാം വന്ന് തൊഴുതാൻ വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ആര്യനുണ്ട്, അല്ലുണ്ട്, എല്ലാവരും ഉണ്ട്, സ്വത്തും ഉണ്ട്, അമ്പ്രും ഉണ്ട്, ചേച്ചിയുണ്ട്, കുഞ്ഞൂസുണ്ട്, പൊന്നുണ്ട്, എല്ലാവരും നമ്മുടെ ഫാമിലീസ് എല്ലാവരും വന്നിട്ടുണ്ടോ. ഈ സമയത്ത് അളീനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും തന്നെ വിളമ്പി കഴിഞ്ഞ ശേഷം അങ്ങനെ കുട്ടിപ്പട്ടാളത്തിൻ്റെ ഊഴം കഴിഞ്ഞത് പിന്നെ അച്ഛൻ വന്ന് വിളക്കിനെ നേദിക്കാൻ കേട്ടോ. അങ്ങനെ അച്ഛൻ വന്നത് കർപ്പൂരെല്ലാം കാണിച്ചു. പൊന്നുവിൻ്റെ വകയും പൂജയെല്ലാം കഴിഞ്ഞ് ഞാൻ കഴിക്കായിരുന്നു കേട്ടോ. കഴിക്കായിരുന്നപ്പോൾ ഒരു രക്ഷയുണ്ട്. അതിൽ ഗംഭീര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറേ കാലം കൂടിയാണ് നാടൻ കോഴി കഴിക്കുന്നത്. അപ്പം ഞാനും പിന്നെ ഒന്നും നോക്കിയില്ല, വെച്ചടിച്ച് കയറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നാടൻ കോഴിയും ദോശയും നിങ്ങൾ ഇതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പിന്നെ ഈ കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയേഴ്സ്.